ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. നമ്മളെ തേർഡ് ചാപ്റ്ററാണ്, NCERT ടെക്സ്റ്റ് ബുക്കിലെ തേർഡ് ചാപ്റ്ററാണ്. അപ്പോൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്താണെന്നോ അല്ലെങ്കിൽ ട്രിഗണോമെട്രി എന്താണെന്നോ ഒക്കെ നമ്മൾ 10th പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കുറച്ചൊക്കെ ഇങ്ങനെ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ കുറച്ച് പേർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് പേർക്ക് നല്ല രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ എന്താണ് ട്രിഗണോമെട്രി നമ്മൾ ബേസ് തൊട്ടേ പറയും എന്താണ് എന്നുള്ളതൊക്കെ. ഓക്കെ, സോ എന്താണ് ട്രിഗ്നോമെട്രി? ട്രിഗ്നോമെട്രി എന്നുള്ള വേർഡ് അത് 3 വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അത് ഫസ്റ്റ് വൺ ട്രിഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ എന്നുള്ള ഫസ്റ്റ് വേർഡും ഗോൺ എന്നുള്ള സെക്കൻഡ് വേർഡും മെട്രോൺ എന്നുള്ള തേർഡ് വേർഡും വെച്ചിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ട്രിഗണോമെട്രി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്, ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡാണ്. അപ്പോൾ ട്രിഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ട്രിഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ? നമ്മൾ മലയാളത്തിൽ ത്രികോണം എന്ന് പറയില്ലേ? ത്രികോണം എന്താണ്? നമ്മളെ ട്രയാങ്കിളാണ്. പിന്നെ മെട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെഷർമെൻ്റ് ആണ്. അപ്പം മെഷറിങ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആണ് എന്ത്? മെഷറിങ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആണ് എന്ത്? ട്രിഗണോമെട്രി. അപ്പോൾ ട്രിഗണോമെട്രിയിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുക എന്താണ്? സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾസിനെ പറ്റിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ? ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ് അല്ലേ? ഇത് നമ്മളെ റൈറ്റ് ട്രയാങ്കിളാണ്. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? 90 ഡിഗ്രി ആംഗിളാണ് നമ്മളെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയാം. ഇതിനെ നമ്മൾ എന്ത് പറയും? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും. ഇപ്പം ഞാനൊരു തീറ്റ കൺസിഡർ ചെയ്യുകയാണ്, ഇവിടെ ഞാനൊരു തീറ്റ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഈ തീറ്റ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതാണ് എന്ത്? അഡ്ജസൻറ്റ് സൈഡ്. ഇതാണ് നമ്മൾ അഡ്ജസൻറ്റ് സൈഡ്. പിന്നെ ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ളതായിരുന്നു എന്ത്? ഇതായിരുന്നു നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്. ഇതെല്ലാം നമ്മൾ 10th പഠിച്ചതാണ്. പിന്നെ ഈ ഒരു വലിയ സൈഡില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇതിനെയാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുക. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ, അപ്പോൾ ഇതൊക്കെ ഓരോ റേഷ്യോസ് ആണ് അല്ലേ? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ ഓരോ റേഷ്യോസ് ആണ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു അല്ലേ? ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു കോസ് തീറ്റ. അതേപോലെ ടാൻ തീറ്റ എന്തായിരുന്നു? ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് ആയിരുന്നു ടാൻ തീറ്റ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ടാൻ തീറ്റേനെ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാമല്ലോ. ഇവിടെ നോക്കൂ, ഇപ്പം ഞാൻ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എഴുതുകയാണെങ്കിൽ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, സൈൻ തീറ്റ ഓപ്പോസിറ്റ് ആണല്ലേ? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്താ ഞാൻ ചെയ്യുന്നത്? അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് എന്ന് കിട്ടും. അതാണ് എന്ത്? നമ്മളെ ടാൻ തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ ടാൻ തീറ്റേനെ ഇവിടെ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. അതാണ് നമ്മളെ ടാൻ തീറ്റ. അപ്പോൾ ഇങ്ങനെ കുറേ റേഷ്യോസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതേപോലെ അടുത്തത് കൊസീക്ക്, സീക്ക്, കോട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, കൊസീക്ക് എന്തായിരുന്നു? 1/sin x ആയിരുന്നു കൊസീക്ക് എക്സ്. സീക്ക് എക്സ് എന്തായിരുന്നു? 1/cos x ആയിരുന്നു സീക്ക് എക്സ്. കോട്ട് എക്സ് എന്തായിരിക്കും? അപ്പോൾ 1/tan ആയിരുന്നു, 1/tan x ആയിരുന്നു കോട്ട് എക്സ്. ഇനി നമ്മൾ ആംഗിൾസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഈ ഒരു ഫിഗർ നോക്കൂ, ഇതിലിപ്പോൾ 2 ആംഗിൾ ഉണ്ട് അല്ലേ? ഇതെൻ്റെ ഫസ്റ്റ് ആംഗിളാണ്, ഇത് സെക്കൻഡ് ആംഗിളാണ്. അപ്പോൾ ഈ ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിൾ ഏതൊരു ഇതെടുക്കുകയാണെങ്കിലും നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കാണ് ആംഗിൾ മെഷർ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എനിക്ക് OA എന്നുള്ളൊരു സൈഡും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്തുണ്ട്? OB എന്നുള്ളൊരു സൈഡും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ OA തൊട്ട് OB വരെയാണ് മെഷർ ചെയ്യുക. അപ്പോൾ ഞാൻ എവിടെ തൊട്ടാണോ മെഷർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇനീഷ്യൽ സൈഡ് എന്ന് പറയാം. ഓക്കെ, എവിടം തൊട്ടാണോ മെഷർ ചെയ്യുന്നത് അതിന് ഇനീഷ്യൽ സൈഡ് പറയും. എവിടം വരെയാണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതിന് നമ്മൾ എന്ത് പറയും? ടെർമിനൽ സൈഡ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുക. അപ്പോൾ ഇത് എന്താണ്? ഇത് നമ്മൾ പോസിറ്റീവ് ആംഗിളാണല്ലേ? അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആംഗിളിനെ എങ്ങനെയാണ് മെഷർ ചെയ്യുക? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് മെഷർ ചെയ്യുക അല്ലേ? നമ്മൾ ഇപ്പോൾ ഈ മെഷർ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് അല്ലേ? ഇങ്ങനെ കറങ്ങുന്നത് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ കറങ്ങുന്നത് എന്താണ്? ക്ലോക്ക് വൈസും ആണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ മെഷർ ചെയ്യുന്നതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് എന്താ പറയുക? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇതെന്തായിരുന്നു? ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആംഗിളായിരുന്നു. ഇനി
ഈ ഫിഗർ നോക്കൂ, ഈ ഫിഗർ ഞാൻ മെഷർ ചെയ്യുന്നത് എൻ്റെ ഇനീഷ്യൽ സൈഡ് OA ആണ്. അപ്പോൾ ഞാൻ OA തൊട്ട് OB വരെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അപ്പോൾ ഇതെങ്ങനെയാണ്? ഇത് ക്ലോക്ക് വൈസ് ആണ് മെഷർ ചെയ്യുന്നത് അല്ലേ? ഇതിങ്ങനെ ക്ലോക്ക് വൈസാണ്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ്? ദിസ് ഈസ് ക്ലോക്ക് വൈസ് മെഷർമെൻറ്റ്. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആംഗിളാണ്, നെഗറ്റീവ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആംഗിൾ രണ്ട് രീതിയിൽ മെഷർ ചെയ്യാം. നമുക്ക് പോസിറ്റീവായിട്ട് മെഷർ ചെയ്യാൻ പറ്റും, അതേപോലെ നെഗറ്റീവായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസും, നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസും. നെക്സ്റ്റ്, ഇനി ആംഗിൾ ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഗിവൺ റേ എബൌട്ട് ഇറ്റ്സ് ഇനീഷ്യൽ പോയിൻറ്റ് അല്ലേ? ആംഗിൾ എന്നുള്ളത് എന്താണ്? മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഗിവൺ റേ ആണ്. അത് എവിടെ തൊട്ട്? ഒരു ഇനീഷ്യൽ പോയിന്റ് തൊട്ടിട്ടുള്ള ഒരു മെഷർ ഓഫ് റൊട്ടേഷൻ ആണ് എന്ത്? ആംഗിൾ. അപ്പോൾ ആംഗിൾ എന്താണെന്നുള്ളത് പഠിച്ചല്ലോ അല്ലേ? ആംഗിളാണത്. ഇനി ദ ഒറിജിനൽ റേ ഈസ് കോൾഡ് ദ ഇനീഷ്യൽ സൈഡ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അതിനെ നമ്മൾ ഇനീഷ്യൽ സൈഡ് പറയും. അതേപോലെ ഫൈനൽ പൊസിഷൻ ഓഫ് ദ റേനെ നമ്മൾ എന്ത് പറയും? ആഫ്റ്റർ ദ റൊട്ടേഷൻ, അതിനെ നമ്മൾ എന്ത് പറയും? ടെർമിനൽ സൈഡ് എന്ന് പറയും അല്ലേ? നമ്മളിവിടെ കണ്ടില്ലേ, ഇവിടെ ഇനീഷ്യൽ സൈഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ടെർമിനൽ സൈഡ് വരെ, ഇവിടെ ഇനീഷ്യൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ടെർമിനൽ വരെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇനീഷ്യലും സെക്കൻഡ് എൻഡ് ചെയ്യുന്നതിന് എന്ത് പറയും? ടെർമിനൽ സൈഡ് പറയും. ദ പോയിന്റ് ഓഫ് റൊട്ടേഷൻ ഇസ് കോൾഡ് എന്താണ്? വെർട്ടെക്സ് എന്ന് പറയും അല്ലേ? അപ്പോൾ ഇവിടെ വെർട്ടെക്സ് എന്തായിരുന്നു? ഇവിടെ വെർട്ടെക്സ് O ആയിരുന്നു. ഇവിടെയും വെർട്ടെക്സ് എന്താണ്? ഇവിടെ വെർട്ടെക്സ് O ആണ്. അപ്പോൾ എവിടെ നിന്നാണോ നമ്മൾ റൊട്ടേഷൻ പോയിന്റ്, എവിടെ നിന്നാണോ നമ്മൾ ബേസിസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വെർട്ടെക്സ് എന്ന് പറയാം. ഇനി ഇഫ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആംഗിൾ ഇസ് സെറ്റ് ടു ബി പോസിറ്റീവ് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആംഗിളിനെ നമ്മൾ എന്ത് പറയും? നെഗറ്റീവ് ആണെന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്, the definition of an angle suggests a unit, one complete revolution from the position of the initial side. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, ഈ ഒരു ഫിഗർ കാണുമ്പോഴേ ഇത് ഈ ഇവിടെ ഇനീഷ്യൽ സൈഡും ടെർമിനൽ സൈഡും സെയിമാണ് അല്ലേ? കാരണം എന്താ? ഈ OA എന്നുള്ള സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് 360 ഡിഗ്രി റൊട്ടേഷൻ കഴിഞ്ഞ് തിരിച്ച് എവിടെ തന്നെ വന്നു? OAയിൽ തന്നെ വന്നു. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സൈഡും ടെർമിനൽ സൈഡും എന്തായി? കോയിൻസൈഡായി. ഓക്കെ, സോ ദിസ് ഇസ് ഇതാണ് 360 ഡിഗ്രി റൊട്ടേഷൻ. നെക്സ്റ്റ്, ആംഗിൾസിന് രണ്ട് ടൈപ്പ് ഓഫ് മെഷർമെൻ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ആംഗിൾ പറയും എന്ത് മെഷർമെൻറ്റിലാണ്? അതൊരു 90 ഡിഗ്രി ആംഗിളാന്ന് പറയും, അല്ലെങ്കിൽ ഒരു 45 ഡിഗ്രി ആംഗിളാന്ന് പറയും. നമ്മൾ ഇതുവരെ അങ്ങനെയല്ലേ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ആംഗിളിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ്സ് ഉണ്ട് അല്ലേ? അത് നമ്മളിനി പഠിക്കും. നമ്മൾ 30 ഡിഗ്രി ആംഗിൾ പറഞ്ഞു, 45 ഡിഗ്രി, അങ്ങനെ നമ്മളിങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ആംഗിൾസ് പറഞ്ഞു. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ലെങ്ത്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് സെൻറ്റിമീറ്റേഴ്സിൽ പറയാം, മീറ്റേഴ്സിൽ പറയാം, കിലോമീറ്റേഴ്സിൽ പറയാം, വേണമെങ്കിൽ ലൈറ്റ് ഇയേഴ്സ് വരെ പോകാം അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആംഗിൾസിനെയും പല ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ്സിൽ പറയാൻ പറ്റും. അപ്പോൾ ആംഗിൾസിനെ നമ്മൾ ഇതേപോലെ റേഡിയൻ മെഷറും ഡിഗ്രി മെഷറും ഉണ്ട്. ഓക്കെ, രണ്ട് മെഷർമെൻറ്റ്സ് ഉണ്ട്, ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിഗ്രി മെഷർ എന്താണെന്ന് പറയാം. ഡിഗ്രി മെഷറിൽ അറിയില്ലേ, നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന സംഭവം, നമ്മളിങ്ങനെ ഇപ്പോൾ 90 ഡിഗ്രി എന്നൊക്കെ എഴുതുമല്ലോ, ഇതെന്താണ്? നമ്മൾ ഡിഗ്രി മെഷറാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഡിഗ്രീൻ്റെ കൂടെ മിനിറ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളതാണ് പറയാൻ പോണേ. നമ്മൾ സാധാരണ മിനിറ്റ് 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 60 സെക്കൻഡ്സ് ആണല്ലേ 1 മിനിറ്റ്. 60 മിനിറ്റ്സ് എന്താണ്? 60 മിനിറ്റ്സ് 1 ഹവറാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ പിന്നെന്ത് എഴുതാൻ പറ്റും? 1 മിനിറ്റ് ഈക്വൽ ടു 1 മിനിറ്റ് എന്തായിരിക്കും? അപ്പോൾ 60 സെക്കൻഡ്സ് എന്ന് എഴുതാൻ പറ്റും. 60 സെക്കൻഡ്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് എന്ത്? നമ്മൾ ഡിഗ്രി മെഷറിനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഡിഗ്രീനെ നമുക്ക് 90 ഡിഗ്രി പറയാം, 90 ഡിഗ്രി എന്നല്ല, ഡിഗ്രി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ 1 ഡിഗ്രീനെ നമുക്ക് എന്തെഴുതാൻ പറ്റും? 60 മിനിറ്റ്സ് എഴുതാം, 1 മിനിറ്റിന് 60 സെക്കൻഡ്സ് എഴുതാം. അപ്പോൾ ഡിഗ്രി സാധാരണ നമ്മൾ ഇങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുക അല്ലേ? 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്താണ്? 60 മിനിറ്റ്സ്. 60 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ്സ് എന്നാണ് കേട്ടോ. 1 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 60 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ്സിന് നമ്മൾ 2 ഡാഷും മിനിറ്റ്സിന് നമ്മൾ 1 ഡാഷും വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രി മെഷർ ഡിനോട്ട് ചെയ്യുന്ന സംഭവം. പിന്നെ ഡിഗ്രി മെഷർ എന്തായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? 1/360th ഓഫ് എ റൊട്ടേഷൻ അല്ലേ? 1/360th ഓഫ് എ റൊട്ടേഷൻ അല്ലേ 1 ഡിഗ്രി? അപ്പോൾ ഞാനിങ്ങനെ വരച്ചു. ഇവിടെ
ഇവിടെ ഞാൻ എൻ്റെ ഇനീഷ്യൽ സൈഡ് ഇതാണ്. ഈ ഇനീഷ്യൽ സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങനെ കറങ്ങിയിട്ട് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് എന്തായത്, 1 റൊട്ടേഷൻ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഈ 1/360th ഓഫ് എ റൊട്ടേഷൻ ആണ് എന്ത്, 1/360th ഓഫ് എ റൊട്ടേഷൻ ആണ് എന്ത്, 1 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കൂ. ഇവിടെ നമുക്ക് OA OB എന്നുള്ള ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ മെഷർ ചെയ്തതാണ്, പോസിറ്റീവ് ആംഗിൾ അല്ലേ. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് മെഷർ ചെയ്ത പോസിറ്റീവ് ആംഗിളാണ്. ആൻഡ് ദിസ് ഇസ് 270 ഡിഗ്രി. ഇനി ഇതെന്താണ്, അടുത്തത് നോക്കൂ. ഇത് ക്ലോക്ക് വൈസാണ് മെഷർ ചെയ്തിരിക്കണേ. സി, ഇത് നമുക്ക് ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെയാണ് മെഷർ ചെയ്തത്. അപ്പോൾ ഇതെന്താണ്, ഇത് പോസിറ്റീവ് ആംഗിൾ അല്ല, ഇത് നെഗറ്റീവ് ആംഗിളാണ്. കാരണം എന്താണ്, ഇത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് മെഷർ ചെയ്തുകൊണ്ട്. ആൻഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയപ്പോൾ ഇതെന്തായി, 360 ഡിഗ്രി കംപ്ലീറ്റ് ആയി. 360 ഡിഗ്രി കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 360 ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചും കൂടെ പോയി അല്ലേ. ആ കുറച്ചും കൂടെ പോയത് എത്രയാണ്, ഇവിടെ 420 വരെ പോയി. അപ്പോൾ 360 കഴിഞ്ഞിട്ട് 420 വരെ എന്ന് പറയുമ്പോൾ ഒരു 80 ഡിഗ്രിയും കൂടെ ഇത് പോയി. അപ്പോൾ 360 എന്ന് പറയുമ്പോൾ 80 ഡിഗ്രിയും കൂടെ പോയി. അപ്പോൾ ഈ -80 ഡിഗ്രി ആയി. ഇതെന്താണ്, -360 ഡിഗ്രി ആയി. അപ്പോൾ 360 ഡിഗ്രി + 80 ഇത് -420 ഡിഗ്രി ആയി. ഓക്കെ, ടോട്ടൽ 420. ഒരു വട്ടം കറങ്ങിയപ്പോൾ 360, പിന്നെ കുറച്ചും കൂടി ആയപ്പോൾ എന്തായി, 80 ഡിഗ്രിയും കൂടി ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾ റൊട്ടേഷൻ വരെ. സാധാരണ നമുക്ക് ആംഗിൾസ് അറിയാലോ. നമ്മൾ സാധാരണ ഇങ്ങനെ ആംഗിൾ വരയ്ക്കുമ്പോൾ ഇതൊരു 45 ഡിഗ്രിയാണ്, ഇത് 45 ഡിഗ്രിയാണ് നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് അല്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു 60 ഡിഗ്രി ആണെന്ന് പറയുകയാണ്. അപ്പോൾ 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതൊരു 60 ഡിഗ്രി ആണെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്യും അല്ലേ. ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ, നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ്. 9th സ്റ്റാൻഡേർഡിൽ തൊട്ട് അതിന് മുന്നേ തൊട്ട് നമ്മൾ ആംഗിളൊക്കെ അറിയുന്നത്. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കാനുള്ള 2 സംഭവങ്ങളാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇനി റേഡിയൻ മെഷർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി എല്ലാവർക്കും അറിയാമല്ലേ, എന്താണ് ഡിഗ്രി നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചു. ഓക്കെ, റെഡിയായി. ഇനി നമ്മൾ പഠിക്കാവുന്ന പുതിയ സംഭവമാണ് എന്ത്, റേഡിയൻ മെഷർ. എന്താണ് റേഡിയൻ മെഷർ എന്നുള്ളത്. അപ്പോൾ നോക്കൂ, എന്താണ് ഒരു റേഡിയൻ മെഷർ. അപ്പം ഞാനൊരു സർക്കിൾ എടുത്തു. സി, നല്ല ഭംഗിയുള്ള സർക്കിളല്ലേ, മൂണിനെയൊക്കെ പോലെ നല്ല 2 സർക്കിൾ എടുത്തു. അപ്പം ഞാനൊരു സർക്കിൾ എടുത്തു. ഓക്കെ, ഈ സർക്കിളിന് 1 യൂണിറ്റ് ആണ് കേട്ടോ റേഡിയസ് വരുന്ന. 1 യൂണിറ്റ് വരുന്ന ഒരു ഇതെടുത്തു. എന്ത്, സർക്കിൾ ഞാൻ കൺസിഡർ ചെയ്തു. യൂണിറ്റ് സർക്കിൾ എന്നാണ് അതിന് പറയുക. ഇതിനെന്ത് പറയും, നമ്മൾ യൂണിറ്റ് സർക്കിൾ എന്നാണ് പറയുക. അതെന്തുകൊണ്ടാണ് യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത്, കാരണം അതിൻ്റെ റേഡിയസ് 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആ യൂണിറ്റ് എന്ത് വേണേലും ആവാട്ടോ. നമുക്ക് സെൻറ്റിമീറ്റർ ആക്കാം, മീറ്റർ ആക്കാം, മില്ലിമീറ്റർ ആക്കാം, എന്തോ ആയിക്കോട്ടെ. വേണമെങ്കിൽ 2 സെൻറ്റിമീറ്റർ എടുക്കാം, 3. അപ്പോൾ എന്താണോ നമ്മൾ 1 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് അതാണ് നമ്മളവിടെ 1 യൂണിറ്റ് എടുത്തത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ഇതേ 1 യൂണിറ്റ് ഞാൻ കോമ്പസിലെടുത്തു. ഈ 1 യൂണിറ്റ് ഞാൻ കോമ്പസിലെടുത്തു. എന്നിട്ട് ആ കോമ്പസിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു. മനസ്സിലായോ. അപ്പോൾ എന്തായി, ഇവിടെ ഈ 1 യൂണിറ്റ് അല്ലേ, ഈ 1 ഇത് 1 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ 1 യൂണിറ്റ് ഞാൻ കോമ്പസിലെടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, അപ്പോൾ എനിക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാമല്ലോ. ഇതാണ് എന്ത്, 1 റേഡിയൻ. മനസ്സിലായോ. 1 യൂണിറ്റ് എടുത്തു. ആ 1 യൂണിറ്റ് ഞാൻ എന്ത് ചെയ്തു, കോമ്പസിൽ കട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ 1 യൂണിറ്റ്. അപ്പോൾ ഇതും എന്തായിരിക്കും, ഇത് 1 യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കൂ, ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെൻറ്റർ ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത്ത് 1 യൂണിറ്റ് ഇൻ എ യൂണിറ്റ് സർക്കിൾ ഓഫ് റേഡിയസ് 1 യൂണിറ്റ് സെറ്റ് ടു ഹാവ് എ മെഷർ ഓഫ് 1 റേഡിയൻ. അപ്പോൾ ഇതാണ് എന്ത്, 1 റേഡിയൻ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ സർക്കിൾ നല്ല രസമില്ല, അത് അവിടെ നിന്നോട്ടെ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ പഠിക്കാൻ പോണേ, റേഡിയൻ മെഷറിൽ എന്താണ്, എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു റേഡിയൻ പറയുക, അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി നോക്കൂ, ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് r ആൻഡ് ആർക്ക് ഓഫ് ലെങ്ത് r subtends an angle whose measure is 1 radian and arc of length L will subtend an angle whose measure is L/r. എന്തെങ്കിലും മനസ്സിലായോ എന്താണത്. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടുത്തെ ട്രയാങ്കിൾ നോക്കുക, സർക്കിൾ നോക്കുക. ഈ സർക്കിൾ ഇവിടെ ഇപ്പോൾ ഇവിടെ r എടുത്തു. ഇതാണ് നമ്മളെ റേഡിയസ് എന്ന് വിചാരിക്കുക. ഓക്കെ, റേഡിയസ് ആണ് r. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, L എന്നുള്ള അതവിടെ നിൽക്കട്ടെ. ശരി, ഓക്കെ, ഈ L എന്നുള്ള ലെങ്ത്ത് വരച്ചു. ഇത് L ആണ് കേട്ടോ ഞാൻ ഈ വരച്ച ലെങ്ത്ത്. ദിസ് ലെങ്ത്ത് ഇസ് L.
ഇനി അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ സബ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ, ആ ആംഗിളാണ് തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇത് ആർ റേഡിയസ് ആണ്, ഈ ലെങ്ത്തിനെ ഞാൻ എൽ എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ എന്തെഴുതാം? തീറ്റ ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, എൽ ബൈ ആർ എന്തായിരിക്കും? എൽ ബൈ ആർ റേഡിയൻ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ്? ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. നമ്മൾ നേരത്തെ സർക്കിൾ വരച്ചു അല്ലേ? സർക്കിൾ വരച്ചു. ആ സർക്കിളിൽ എന്തായിരുന്നു? റേഡിയസ് ആർ റേഡിയസ് ആയിരുന്നു. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ ആൻ ആർക്ക് ഓഫ് ലെങ്ത് ആർ, ആൻ ആർക്ക് ഓഫ് ലെങ്ത് എൽ ആണ്. സബ്ടെൻസ് ആൻ ആംഗിൾ whose measure is 1 radian, an arc of length L will subtend an angle whose measure is L by R. ഓക്കെ, ഇത് ശരിയാണ്. ഇത് ആർ തന്നെയാണ്, ഇത് ആറാണ്. ഓക്കെ, ആറ് എടുക്കുമ്പം എന്താണ്? 1 റേഡിയൻ കിട്ടും. മനസ്സിലായോ? ഇത് 6 ലെങ്ത് എടുക്കുകയാണ്, ഇതും 6 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് 1 റേഡിയൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് എൽ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? അപ്പോൾ എൽ ബൈ ആർ റേഡിയൻ ആയിരിക്കും. ഇത് ശരിയാണ്. ആൻഡ് ആർക്ക് ഓഫ് ലെങ്ത് ആർ, ആറാണ് ലെങ്ത് എടുക്കുന്നുണ്ടെങ്കിൽ 6 റേഡിയൻ കിട്ടും, 1 റേഡിയൻ കിട്ടും. എൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? എൽ ബൈ ആർ റേഡിയൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ ഈ സർക്കിളിൽ ഇവിടെ ഞാൻ 6 എടുത്തു, ഇതെത്ര എടുത്തു? ഇത് ഞാൻ എല്ലെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? എൽ ബൈ ആർ ആയിരിക്കും. ഇത് എൽ ബൈ ആർ റേഡിയൻ ആയിരിക്കും. എൽ ബൈ ആർ റേഡിയൻ. ഇത് 6, ഇതും 6 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് 1 റേഡിയൻ ആയിരിക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ്, റേഡിയൻ മെഷർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതെന്താന്നുള്ളതാണ്. ഇത് നമ്മളെ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇത് ഞാൻ റിയൽ ലൈൻ വരച്ചതാണ് കേട്ടോ, സൈഡിൽ റിയൽ ലൈനാണ്. ഇത് എന്തായിരുന്നു? ഇത് നമ്മളെ യൂണിറ്റ് സർക്കിളാണ്. ഇവിടെ ഞാൻ യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്തു. ദിസ് ഇസ് മൈ യൂണിറ്റ് സർക്കിൾ ആൻഡ് ദിസ് ഇസ് 1 യൂണിറ്റ്. ഇത് 1 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 1 യൂണിറ്റ് വരുന്നത് തന്നെയായിരിക്കും ഇവിടെ 1 യൂണിറ്റ് എടുക്കുക. മനസ്സിലായോ? ഇവിടെ 1 യൂണിറ്റ് ആയിരിക്കും. ഇതിനെ ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ 1 റേഡിയൻ ആയിട്ട് എടുക്കുമല്ലോ, അതുതന്നെയായിരിക്കും എന്ത്? 1. ഈ 0, 1 എന്നുള്ള സംഭവം ഇവിടെ 1 ആയിരിക്കും. പിന്നെ അടുത്ത 2 എന്തായിരിക്കും? ഇവിടെ 2 വരും, ഇവിടെ 1 വരും. പിന്നെ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇതിനെ ഞാനിങ്ങനെ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഈ റിയൽ ലൈനും റേഡിയനും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വരച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ ഈ റിയൽ ലൈനുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. റേഡിയൻ മെഷറിനെ നമുക്ക് എങ്ങനെ റിയൽ ലൈനുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 യൂണിറ്റ് എന്തായിരിക്കും? 1 റേഡിയൻ ആയിരിക്കും. 2 യൂണിറ്റ് എന്തായിരിക്കും? 2 റേഡിയൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ റിയൽ ലൈനിനെ നമുക്ക് ഈ സർക്കിളിൽ കൊണ്ടുവരാൻ പറ്റും. ഇനി റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും തമ്മിൽ റിലേഷൻ പറയുമല്ലോ. നമ്മൾ ഇപ്പോൾ ഒരു 1 മീറ്റർ ആണെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടി അത് 100 സെൻറ്റിമീറ്റർ ആണെന്ന് പറയാം അല്ലേ? അതേപോലെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പെട്ടെന്ന് പറയാം അത് 10 മില്ലിമീറ്ററാണ് പറയാം. അതേപോലെ ഒരു ഡിഗ്രി മെഷറിലുള്ള ആംഗിളിനെ നമുക്ക് എങ്ങനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതിനുള്ള ഫോർമുലയാണ് ഇത്. ഓക്കെ, അപ്പോൾ 2π റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 360 ഡിഗ്രി. അതേപോലെ തന്നെ 2π റേഡിയൻ 360 ആണെങ്കിൽ ഇത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ π റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടില്ലേ? അപ്പോൾ 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്താണ്? π റേഡിയൻ എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? റേഡിയൻ മെഷർ ഈസ് ഈക്വൽ ടു π ബൈ 180 ഡിഗ്രി. ഇതൊന്ന് നോക്കൂ, ഇതൊന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതാമല്ലോ. ഇതൊന്ന് എന്ത് എഴുതാൻ പറ്റും? റേഡിയൻ ഈക്വൽ ടു റേഡിയൻ ഈസ് ഈക്വൽ ടു എന്താണ്? റേഡിയൻ മെഷർ ഈസ് ഈക്വൽ ടു π ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷർ. π ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷർ. അതേപോലെ തന്നെ ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 180 ബൈ π ഇൻറ്റു റേഡിയൻ മെഷറാണ്. അപ്പോൾ ഇതിൽ തന്നെ എന്ത് പറയാൻ പറ്റും? ഇതിൽ തന്നെ തിരിച്ച് പറയാൻ പറ്റും. ഡിഗ്രി മെഷർ ഈക്വൽ ടു എന്താണ്? 180 ബൈ π ഇൻറ്റു റേഡിയൻ മെഷർ. ഇത് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. നമ്മളെപ്പോഴും ഈ റേഡിയൻ മെഷറിൽ π ഉണ്ടാവും, റേഡിയനിൽ എപ്പോഴും π ഉണ്ടാവും. അപ്പോൾ ഡിഗ്രിയിൽ നിന്ന് റേഡിയൻ ആക്കണമെങ്കിൽ π ബൈ 180യും അതേപോലെ തന്നെ റേഡിയനിൽ നിന്ന് ഡിഗ്രി ആക്കണമെങ്കിൽ 180 ബൈ πയും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് റേഡിയനിലേക്കാണ് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ π ബൈ 180, ഡിഗ്രിയിലേക്കാണ് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്താണ്? 180 ബൈ π. ഓക്കെ, നെക്സ്റ്റ്
റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി മെഷർ ആൻഡ് റേഡിയൻ മെഷർ. ഇത് നമ്മൾ പറഞ്ഞല്ലോ. ഇത് ഈ ഒരു ടേബിളിൽ എങ്ങനെ ചെയ്യാം, ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 30 ഡിഗ്രി എന്നുള്ളത് π/6 ആണെന്ന് പറഞ്ഞു. 30 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഡിഗ്രിയിലുള്ളതിനെ റേഡിയൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഡിഗ്രിയിലുള്ള റേഡിയൻ ആക്കാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ 30നെ ഞാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? π/180 കട്ട് ചെയ്തു. സോ ദിസ് ബിക്കംസ് π/6. 3 കട്ട് ചെയ്തു, 6 ആക്കി, π/6 കിട്ടി. ഓക്കെ. ഇതേപോലെ 45ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? π/4 കിട്ടും. 60 ചെയ്താൽ π/3 കിട്ടും. 90 ചെയ്താൽ π/2 കിട്ടും. 180 ചെയ്താൽ π കിട്ടും. 270 3π/2. 360 എന്നുള്ളത് എന്താണ്? 2π എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ. നെക്സ്റ്റ്, കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ്സ് ഇൻറ്റു റേഡിയൻ മെഷർ. അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത്? ഇത് നമ്മളെ ഡിഗ്രി മെഷറാണ് അല്ലേ? ഡിഗ്രി മെഷറിനെ നമ്മൾ എങ്ങനെയാണ് റേഡിയൻ ആക്കുക? റേഡിയൻ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? π/180 ഇൻറ്റു ഡിഗ്രി അല്ലേ? ഡിഗ്രിയിൽ നമ്മൾ π/180, റേഡിയനിൽ എപ്പോഴും പൈ ഉണ്ടാവും. അപ്പോൾ π/180 ഇൻറ്റു ഡിഗ്രി എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ 40 ഡിഗ്രി 20 മിനിറ്റ്സ് എന്നല്ലേ? 40 ഡിഗ്രി 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 40 ഡിഗ്രി 20 മിനിറ്റ്സിന് നമുക്ക് 40 പ്ലസ് എന്തെഴുതാം? ഇത് 20 മിനിറ്റ്സ് അല്ലേ? അപ്പോൾ 20 മിനിറ്റ്സിനെ ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഡിഗ്രി ആയി. ഓക്കെ അല്ലേ? വൺ മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/60th ഡിഗ്രിയാണ്. ഓക്കെ. അപ്പോൾ 20 മിനിറ്റ്സിനെ നമുക്ക് ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഡിഗ്രിയിലായി. അപ്പോൾ ടോട്ടൽ ഡിഗ്രിയിലായല്ലോ. ഇനി നമുക്ക് സിമ്പിളായിട്ട് π/180 കൊടുത്താൽ പോരെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതെന്ത് വരും? ഇത് 1/3 വരും അല്ലേ? 1/3 വരും. ആൻഡ് ദിസ് ബിക്കംസ് 40 പ്ലസ് 1/3 ഡിഗ്രി, അല്ലെങ്കിൽ എന്താ വരിക? 3 × 4 120 പ്ലസ് 120 1/3 ഡിഗ്രി എന്ന് കിട്ടും. ഇതിനെ എങ്ങനെ ആക്കണം? ഇതിനെ നമ്മൾ റേഡിയൻ ആക്കണം. അപ്പോൾ എന്താ എഴുതുക? റേഡിയൻ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? π/180 ഇൻറ്റു ഡിഗ്രി എന്തായിരുന്നു? 120 അല്ലേ? ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? ഇതിലെന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇതിൽ 11 മാത്രമേ പോവുള്ളൂ. ബാക്കി അങ്ങനെ തന്നെ എഴുതിയാൽ മതി. സോ വി ക്യാൻ റൈറ്റ് 121/3 ഇൻറ്റു 180 എത്രയാണ്? 540. 180 π/540 എന്ന് കിട്ടും. ഓക്കെ. 180 π/540. ഇതാണ് നമ്മളെ എന്ത്? റേഡിയൻ മെഷർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് 6 റേഡിയൻസ് ഇൻറ്റു ഡിഗ്രി മെഷർ. അപ്പോൾ ഇനി റേഡിയൻ എങ്ങനെ ഡിഗ്രി ആക്കാം? അപ്പോൾ അതെങ്ങനെയായിരുന്നു? ഡിഗ്രി ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഡിഗ്രി ഈക്വൽ ടു 180/π ഇൻറ്റു റേഡിയൻ അല്ലേ? 6 റേഡിയൻസിനെയാണ് മാറ്റേണ്ടത്. അപ്പോൾ റേഡിയനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഗ്രി ആക്കാൻ വേണ്ടിയിട്ട് 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് എഴുതാൻ പറ്റും? 180/π ഇൻറ്റു 6 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെ എഴുതാം? 6 × 18 × 6 108 108/π എന്താണ്? 108/π ഡിഗ്രി. ഈ ഡിഗ്രി എഴുതുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 22/7 അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്ത് വരും? 108 ഡിവൈഡഡ് ബൈ 22/7 ആൻഡ് ദിസ് ബിക്കംസ് 108 ഇൻറ്റു 7/22. അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റും? ബൈ 11 വരും അല്ലേ? 54 ഇൻറ്റു 7/11. 54 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 378 വരും. സോ ദിസ് ബിക്കംസ് 378/11 ഡിഗ്രി. ഓക്കെ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ റേഡിയൻസിനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Find the radius of the circle in which a central angle of 60 degree intersects an arc of length 37.4. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ ആ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ? തീറ്റ ഈസ് ഈക്വൽ ടു L/R എന്നുള്ള ഫോർമുല പഠിച്ചിട്ടില്ലേ? തീറ്റ ഈസ് ഈക്വൽ ടു L/R എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീറ്റയും തന്നിട്ടുണ്ട്, എല്ലും തന്നിട്ടുണ്ട്, ആറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും? ദിസ് ഇംപ്ലൈസ് R ഈസ് ഈക്വൽ ടു L/θ എന്ന് കിട്ടും അല്ലേ? L/θ എന്ന് കിട്ടും. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്തായിരുന്നു? ഗിവൺ എന്താ തന്നിട്ടുള്ളത്? ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ? ഡിഗ്രി മെഷർ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഗ്രി മെഷറിലാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ വേർഡ് പ്രോബ്ലത്തിൽ അത് റേഡിയൻ ആക്കണം. കാരണം റേഡിയൻ ആണ് നമ്മളെ എന്ത് SI യൂണിറ്റ്. അപ്പോൾ ഈ 60 ഡിഗ്രീനെ റേഡിയൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റേഡിയൻ ആക്കാൻ വേണ്ടിയിട്ട് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു π/180 റേഡിയൻ. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? 6 3s are π/3 റേഡിയൻ എന്ന് കിട്ടും. തീറ്റ ഈസ് ഈക്വൽ ടു π/3 റേഡിയൻ. അതവിടെ നിൽക്കട്ടെ. പിന്നെ എന്ത് ചെയ്യണം? ലെങ്ത്ത് തന്നിട്ടുണ്ട്. ലെങ്ത്ത് എന്തായിരുന്നു? ലെങ്ത്ത് 37.4 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഇനി R കാൽക്കുലേറ്റ് ചെയ്യാം. R ഇസ് ഈക്വൽ ടു L/θ. L എന്തായിരുന്നു? L ഇതാ 37.4 തന്നിട്ടുണ്ട്. 37.4 ഡിവൈഡഡ് ബൈ ആൻഡ് തീറ്റ ഇസ് π/3. അപ്പോൾ π/3 എന്ന് പറയുമ്പോൾ എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു 37.4 ഡിവൈഡഡ് ബൈ π/3. അപ്പോൾ എന്താണ്? 3 ഡിവൈഡഡ് ബൈ പൈ. പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 22/7 അല്ലേ? അപ്പോൾ 22/7 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇൻറ്റു 7/22 എന്ന് വരും അല്ലേ? 37.4 ഇൻറ്റു 3 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 22 ഇനിയല്ലേ വരിക? ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇനി ജസ്റ്റ് കാൽക്കുലേഷൻസ് ഉള്ളൂ. അപ്പോൾ 2 വെച്ചിട്ട് എനിക്ക് ക്യാൻസൽ ചെയ്യാം. ദിസ് ബിക്കംസ് 11 ആൻഡ് 2 വെച്ചിട്ടാണെങ്കിൽ ഇത് 2 ഇൻറ്റു 1 2 ഇൻറ്റു 8 14 7 18.7 വരും. പിന്നെ എന്ത് വരും? 7 ഇൻറ്റു 3 21 ആണ്. 21 ഇൻറ്റു 18 പോയിൻറ്റ് ഇതിൽ 11 വെച്ച് ക്യാൻസൽ ചെയ്യാമല്ലോ. 11 ഇൻറ്റു 1.7 വരും അല്ലേ? 1.7 ഇൻറ്റു 21. So this becomes R is equal to 1.7 into 7 3s are 21. അപ്പോൾ 17 ഇൻറ്റു 21 എന്ന് വരും. അതെന്താ വരിക? 17 ഇൻറ്റു 21. 1 ഇൻറ്റു 7 7 1 ഇൻറ്റു 1 1 2 ഇൻറ്റു 7 14 1 2 ഇൻറ്റു 1 2 3. ഓക്കെ, 357 എന്ന് വരും. അപ്പോൾ 35.7. ഓക്കെ, 35.7 എന്താണ്? 35.7 ആറാണല്ലേ? 6 റേഡിയസ് ആണ്. അപ്പോൾ അത് 37.5 സെൻറ്റിമീറ്റേഴ്സ് എന്ന് വരും. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ 4. The minute hand of a watch is 1.5 centimeter long. How far does its tip move in 40 minutes? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മിനിറ്റ് ഹാൻഡിൻ്റെ സംഭവങ്ങളാണ് തന്നിട്ടുള്ളത്. മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ആണ്. എന്ത്? 1.5 സെൻറ്റിമീറ്റർ ആണ് മിനിറ്റ് ഹാൻഡ്. അപ്പോൾ ഞാൻ ക്ലോക്ക് വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ ക്ലോക്ക്. സർക്കിളാണ് കേട്ടോ. ഓക്കെ, ഇവിടെ എന്താണിത്? മിനിറ്റ് ഹാൻഡ് 1.5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ ഐ എം ഡ്രോയിങ് 1.5 സെൻറ്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഹൗ ഫാർ ഡസ് ഇറ്റ്സ് ടിപ്പ് മൂവ് ഇൻ 40 മിനിറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് ഇവിടെയല്ലേ വരിക? ഈ ടിപ്പ് 40 മിനിറ്റ്സിൽ എത്ര മൂവ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടിപ്പ് മൂവ് ഇൻ 40 മിനിറ്റ്സ്. അപ്പോൾ യൂസ് പൈ ഈസ് ഈക്വൽ ടു 3.14. അപ്പോൾ 40 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ക്ലോക്ക് വരിക? ഓക്കെ, ക്ലോക്ക് ഇത് ഈ ഫിഗർ ഇങ്ങനെ നിൽക്കട്ടെ. ഞാൻ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ വരച്ചു. ഇതിവിടെ എന്തായിരിക്കും? ഇവിടെ 12 ആണല്ലേ? 12ഉം ഇവിടെ 6ഉം ആണ്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ 7, ഇവിടെ 9 വരും, ഇവിടെ 3 വരും. ക്ലോക്കിൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇത് 1.5 സെൻറ്റിമീറ്റർ. 40 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മൂവ് ചെയ്യണം? ഇത് ഈ 7 വരെ മൂവ് ചെയ്യണം. 7 വരെയല്ല, 8 വരെ മൂവ് ചെയ്യണം അല്ലേ? 8 വരെ മൂവ് ചെയ്താൽ എന്ത് കിട്ടും? 8 വരെ മൂവ് ചെയ്താൽ 40 മിനിറ്റ്സ് ആയില്ലേ? ഈ മിനിറ്റ് ഹാൻഡ് ഇവിടം തൊട്ട് ഇവിടം വരെ മൂവ് ചെയ്യണം. ഇവിടെ 3 വരെ എത്തുമ്പോൾ 15 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് 6 വരെ എത്തുമ്പോൾ 30 മിനിറ്റ്സ്. 6 തൊട്ട് 8 വരെ ആകുമ്പോൾ 40 മിനിറ്റ്സ്. 9 വരുമ്പോൾ 45 മിനിറ്റ്സ്. അപ്പോൾ ഇത്രയാണ് മൂവ് ചെയ്യേണ്ടത്. ഇതാണ് എന്ത്? ഇതാണ് എൻ്റെ 40 മിനിറ്റ്സ്. പിന്നെന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ എത്രയാണ് ഇത് മൂവ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ടോട്ടൽ എത്ര ഡിഗ്രി ആയിരിക്കും?
ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? എനി ഐഡിയ? ഹൗ ഡു യു ഫൈൻഡ് ദ ഡിഗ്രി? ഇതിന് ഞാൻ ടോട്ടൽ എത്ര ഡിഗ്രി, ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി മൂവ് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി ആയിരുന്നു അല്ലേ? 360 ഡിഗ്രി അല്ലേ? അപ്പോൾ ടോട്ടൽ ഇവിടെ 1, ഇവിടെ 2, 4, 5 ഇങ്ങനെയല്ലേ ക്ലോക്ക് ഉണ്ടാവുക. പിന്നെ ഇവിടെ എന്തായിരിക്കും? 10 ഉണ്ടാവും, ഇവിടെ 11 ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് 5 മിനിറ്റ്സ് വെച്ചിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ ടോട്ടൽ 12 × 5 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? എനിക്ക് 60 കിട്ടുക. അപ്പോൾ ഞാൻ 360 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഡിഗ്രി ആയിരിക്കില്ലേ ഇവിടെ വരിക? ഇവിടെ അത്രയും ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പം എത്രയായി? 30 ഡിഗ്രി അല്ലേ? 12 × 3 30 ഡിഗ്രിയാണ് മൂവ് ചെയ്യുക. അപ്പോൾ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. 5 മിനിറ്റ്സ് മൂവ് ചെയ്യുമ്പോൾ എത്രയായി? 5 മിനിറ്റ്സ് 30 ഡിഗ്രി. അപ്പോൾ 40 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയായി? 40 മിനിറ്റ്സ് 5 × 8 അല്ലേ? അപ്പോൾ 8 × 3 240 ഡിഗ്രി മൂവ് ചെയ്യണം. ഓക്കെ, സോ എന്ത് മൂവ് ചെയ്യണം? 240 ഡിഗ്രി മൂവ് ചെയ്താലാണ് എനിക്ക് എന്ത് കിട്ടുക? 40 മിനിറ്റ്സ് ആവുക. അപ്പോൾ 240 ഡിഗ്രീനെ എന്ത് ചെയ്യണം? ഞാൻ ഡിഗ്രിയിൽ നിന്ന് മാറ്റി റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. സോ 240 ഡിഗ്രി ഈക്വൽ ടു 240 ഇൻറ്റു റേഡിയൻ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? π/180. സോ ഞാൻ ഇൻറ്റു π/180 ചെയ്യുന്നു. സോ ദിസ് ബിക്കംസ് 3, 4 π/3. ഓക്കെ, 4 π/3 റേഡിയൻ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിളും കിട്ടി, റേഡിയസും കിട്ടി. അപ്പോൾ ഇനി എല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തായിരുന്നു? തീറ്റ ഈസ് ഈക്വൽ ടു L/R ആയിരുന്നു അല്ലേ? തീറ്റ ഈസ് ഈക്വൽ ടു L/R ആകുമ്പോൾ എല്ലായിരിക്കും എന്താ? r⁻θ ആയിരിക്കും. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് എന്ത്? തീറ്റ നമുക്കറിയാം, റേഡിയസും നമുക്കറിയാം. ഇനി ലെങ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത്ത് r × θ. വാട്ട് വാസ് റേഡിയസ്? റേഡിയസ് എന്തായിരുന്നു? 1.5 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, സോ 1.5 സെൻറ്റിമീറ്റർ ഇൻറ്റു തീറ്റ എത്രയാ? 4 π/3. ഓക്കെ, 4 π/3. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ദിസ് ഇസ് 0.5 ഇൻറ്റു 4 π. ഓക്കെ, 5 × 15 ഞാൻ കട്ട് ചെയ്തു. ഇത് 3 × 1 3 × 0.5. അപ്പോൾ 0.5 × 4 π ആൻഡ് ദിസ് ബിക്കംസ് 2 π. ഓക്കെ, 2 π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 2 × 22/7 അല്ലെങ്കിൽ 2 × 3.14. അപ്പോൾ 6.28 സെൻറ്റിമീറ്റേഴ്സ്. എത്ര സെൻറ്റിമീറ്റർ മൂവ് ചെയ്യണം? 6.28 സെൻറ്റിമീറ്റേഴ്സ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ എത്തും? 40 മിനിറ്റ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the arcs of the same length in two circles subtend angle 65 degree and 110 degree at the center. അപ്പോൾ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട് അല്ലേ? ഒരു സർക്കിളിൽ എന്താ തന്നിട്ടുള്ളത്? ഞാൻ സർക്കിൾ വരച്ചു, വലിയ സർക്കിളാവട്ടെ. അവിടെ if the arcs of the same lengths in two circles subtend 65 degree and 110 degree at the center. അപ്പോൾ എന്താ തന്നിട്ടുള്ളത്? ആർക്ക്, അതിൻ്റെ ലെങ്ത്ത് സെയിം ആണ്, ആർക്കുകളുടെ സെയിം ലെങ്ത് ആണ്, പക്ഷേ 2 സർക്കിൾസ് ആണുള്ളത് അല്ലേ? അപ്പോൾ 2 സർക്കിൾസ് ഉണ്ട്. ഒരു സർക്കിളും ഉണ്ട്, പിന്നെ വേറൊരു സർക്കിളും ഉണ്ട്. ആ 2 സർക്കിൾ ഞാൻ വരച്ചു. അപ്പോൾ 2 സർക്കിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ലെങ്ത്ത് L മൂവ് ചെയ്തു. ഇത്രയും ലെങ്ത്ത് ആണ് എന്ത്? L. അപ്പോൾ ഇവിടെ ലെങ്ത്ത് L എന്ന് പറയുമ്പോൾ ഇത്രയും വരും അല്ലേ? ഇത്രയായിരിക്കും നമ്മളെ ലെങ്ത്ത് L. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു ആംഗിൾ ഇവിടെ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? ഒരു ആംഗിൾ എത്രയാണ് സബ്ടെൻഡ് ചെയ്യുന്നത്? ഇത് 65 ഡിഗ്രിയാണ്. പിന്നെ ഇവിടെ ഇത് വലിയ സർക്കിൾ ആയതുകൊണ്ട് ലെങ്ത്ത് ഇത്ര മതി. ഇത് കുഞ്ഞു സർക്കിൾ ആയതുകൊണ്ട് ഇതേ ലെങ്ത്ത് ഇവിടെ വരുമ്പോഴേക്ക് ഇത്രയും വരും. ഓക്കെ, അപ്പോൾ അത് എത്ര ആംഗിളായി? അത് 110 ഡിഗ്രി ആംഗിളായി. ഓക്കെ, സെയിം ലെങ്ത്താണ്. ഈ 2 ലെങ്ത്തും സെയിം ആണ്, L തന്നെയാണ്. പിന്നെന്താണ്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദിയർ റേഡിയസ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റേഡിയസിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശരിക്കും ഇല്ലേ ഇവിടെ ഈ ഡിഗ്രീനെ നമ്മൾ റേഡിയൻ ആക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് വി ആർ ഫൈൻഡിങ് ദ റേഷ്യോ. അപ്പോൾ റേഷ്യോ ആകുമ്പോൾ അതെന്തായാലും കട്ടായി പോകും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട? SI യൂണിറ്റിലേക്ക് മാറ്റണ്ട, റേഡിയനിലേക്ക് മാറ്റണ്ട. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? റേഡിയസ് ഇവിടെ എന്തായിരിക്കും? റേഡിയസ് എന്തായിരിക്കും? തീറ്റ ഇസ് ഈക്വൽ ടു L/R ആണ്. R വിൽ ബി ഈക്വൽ ടു L/θ അല്ലേ? രണ്ടിലും R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഇസ് ഈക്വൽ ടു L/θ ആയിരിക്കും.
അപ്പോൾ ഞാൻ ഈ ഫസ്റ്റത്തെ ഇതിനെ ഞാൻ റേഡിയസ് R1 എന്നും ഈ രണ്ടാമത്തേനെ ഞാൻ റേഡിയസ് R2 എന്നും വിളിക്കുകയെന്ന് വിചാരിക്കും. ലെറ്റ് ദ റേഡിയസ് ബി R1 ആൻഡ് R2. അപ്പോൾ ഞാൻ R1 ഉം R2 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ R1 എന്തായിരിക്കും? ഫസ്റ്റ് നമ്മളെ ലെങ്ത്തിൻ്റെ ഡിവൈഡഡ് ബൈ ഒന്ന് θ1 മറ്റൊരു ഞാൻ θ2 കൊടുത്തു കേട്ടോ. അപ്പോൾ R1 ഉള്ളത് എന്തായിരിക്കും? L/θ1. R2 വിൽ ബി ഈക്വൽ ടു L/θ2. അപ്പോൾ R1/R2 എന്തായിരിക്കും? R1/R2 എന്തായിരിക്കും? L/θ1 ഡിവൈഡഡ് ബൈ L/θ2. L/θ1 ഡിവൈഡഡ് ബൈ L/θ2 ഡിവൈഡഡ് ബൈ L/θ2. അപ്പോൾ അതെന്ത് വരും? L/θ1 ഇൻറ്റു θ2 ഡിവൈഡഡ് ബൈ എല്ലും എല്ലും ക്യാൻസൽ ചെയ്തു. സോ ദിസ് ബിക്കംസ് എന്തായി? θ2 ഡിവൈഡഡ് ബൈ θ1. അപ്പോൾ നമ്മൾ θ2 എന്താണ്? θ2 ഇതാ പറഞ്ഞോളൂ, 110 ആണ്. ആൻഡ് θ1 65. അപ്പോൾ എന്ത് കിട്ടി? 110 ഡിവൈഡഡ് ബൈ 65. ആൻഡ് ദിസ് ബിക്കംസ് എന്താണ്? 5 വെച്ച് ക്യാൻസൽ ചെയ്യാമല്ലോ സിമ്പിളായിട്ട്. അപ്പോൾ 5 ഇൻറ്റു 2 10. 10ൽ 5 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 1 5. 15ൽ 5 ഇൻറ്റു 3. അപ്പോൾ എന്താണ്? 22/13 ആണ്. അപ്പോൾ എന്ത് കിട്ടി? നമ്മൾ റേഡിയസിൻ്റെ റേഷ്യോ R1:R2. R1:R2 ഈക്വൽ ടു എന്തായി? 22:13. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? റേഷ്യോസ് കണ്ടുപിടിക്കുക. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് എക്സസൈസ് 3.1 ആണ്. എക്സസൈസ് 3.1 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾസ് ചെയ്തു. ഇനി അതേപോലത്തെ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സസൈസിലുള്ളത്. ഫൈൻഡ് ദ റേഡിയൻ മെഷർ കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് ഡിഗ്രി മെഷേഴ്സ്. ഓക്കെ, അത് എളുപ്പമല്ലേ? നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? റേഡിയൻ മെഷേഴ്സിലേക്ക് മാറ്റണം. നമുക്ക് ഡിഗ്രി മെഷറിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തറിയാം? റേഡിയൻ ഈസ് ഈക്വൽ ടു 180 pi/180 ഇൻറ്റു ഡിഗ്രി. അങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് ഡിഗ്രി എന്തായിരുന്നു? ഡിഗ്രി 25 ഡിഗ്രിയാണ്. അപ്പോൾ 25 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു pi/180 ഇൻറ്റു 25 റേഡിയൻ. ഇതെന്ത് വരും? ഇത് നമ്മൾ ബാക്കി 5 വെച്ച് ക്യാൻസൽ ചെയ്യാമല്ലോ. 5 ഇൻറ്റു 5. ഇവിടെ 5 ഇൻറ്റു 3 15. ബാക്കി 30ൽ 6 ഇൻറ്റു 5. ഓക്കെ, അപ്പോൾ ഇതെന്തായി? 5 pi/36 റേഡിയൻ. റേഡിയനിലാണ് എഴുതണമെന്നുണ്ടെങ്കിൽ പൈക്ക് നമ്മൾ മാറ്റണ്ട. ഓക്കെ, റേഡിയൻ പൈ തന്നെ ഇട്ടാൽ മതി. നേരെ മറിച്ച് നമ്മൾ ഡിഗ്രിയിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് പൈ എന്നുള്ളത് മാറ്റിയിട്ട് ഡിഗ്രി ആക്കി എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. -47 ഡിഗ്രി 30 മിനിറ്റ്സ്. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത് നമ്മൾ എക്സാമ്പിൾ ചെയ്തല്ലോ അല്ലേ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് -47 ഡിഗ്രി 30 മിനിറ്റ്സ് അല്ലേ? കോമേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കോമ ആവശ്യമില്ല ഇവിടെ, കോമ. സോ ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് എങ്ങനെ വരും? -47 ഡിഗ്രി -30 മിനിറ്റ്സ് അല്ലേ? 30/60 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇതിങ്ങനെയല്ലേ വരിക? ഇതെന്തുകൊണ്ടാണ്? നമുക്ക് ഈ മിനിറ്റ്സിനെ ഡിഗ്രി ആക്കാൻ ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. സോ ദിസ് ബിക്കംസ് 47 പ്ലസ് 30/60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/2 ആണ് അല്ലേ? 30/60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. 1/2 ഡിഗ്രി. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2 ഇൻറ്റു 47. അതെന്തായി? 94 ആയില്ലേ? 94 പ്ലസ് 1/2. ദിസ് ഈസ് ഈക്വൽ ടു എത്രയായി? 95/2. 95/2. ഇത് നമ്മൾ റേഡിയനിലേക്ക് ആക്കി. സോ -95/2 റേഡിയൻ. 95/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്ക്? 95/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്തിട്ട് നോക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. -95/2 റേഡിയൻ എഴുതിയാൽ മതി. ഡെസിമൽ ഫോമിലേക്ക് ആക്കണം നിർബന്ധമില്ല. യു ക്യാൻ ഡു ഇറ്റ് ലൈക്ക് ദിസ്. നെക്സ്റ്റ് 240 ഡിഗ്രി. 240 ഡിഗ്രീനെ നമ്മൾ എങ്ങനെ റേഡിയനിലേക്ക് ആക്കും? 240 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
240 ഡിഗ്രി. അപ്പോൾ ഡിഗ്രിയിലുള്ളതിന് റേഡിയൻ ആക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? സിമ്പിളായിട്ട് 240 ഡിഗ്രി ഈസ് ഈക്വൽ ടു 240 ഡിഗ്രി ഇൻറ്റു റേഡിയൻ ആക്കാൻ എന്ത് ചെയ്യണം? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു π/180 റേഡിയൻ. ഓക്കെ, സോ ഐ ക്യാൻ ക്യാൻസൽ ഔട്ട് ദീസ് ആൻഡ് ദിസ് 6 4s are 24 and 6 3s are 18. This becomes 4π/3. 4π/3 radian. Okay. Next one, 520 degree. അപ്പോൾ 520 ഡിഗ്രീനെ എങ്ങനെ മാറ്റും? 520 ഡിഗ്രി ഈസ് ഈക്വൽ ടു 520 ഇൻറ്റു ഡിഗ്രീനെ മാറ്റി റേഡിയനിലാക്കണം. റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? π/180. ഓക്കെ, 0 ഞാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാമല്ലോ അല്ലേ? 2 വെച്ചിട്ട് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 9 ആണിത്. 2 ഇൻറ്റു 2 6. 26/9 വരും അല്ലേ? സോ ദിസ് ഇസ് 26π/9. ഓക്കെ.